They are not lacking soldiers. Their goal is real and clear. They want to turn us into secular people, and that is the melting pot. That is why they brought the Yemenites from Yemen. That is why they persecuted the Jews from Morocco. That is why they have persecuted and continue to persecute. Jerusalem erupted in chaos as thousands of ultra-Orthodox Haredi Jews flooded the streets, protesting a proposed law that would force them into Israel's military. ഇറാൻ വീണ് ഇറാൻ ഇനി ഒരു രക്ഷയില്ല, ഇറാനെ കൊണ്ട് ഇനി എഴുന്നേറ്റ് വരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഈ കാണുന്ന വാർത്തകളിലെ ഇപ്പം അമേരിക്കൻ പത്രമാധ്യമങ്ങളിൽ, യൂറോപ്യൻ പത്രമാധ്യമങ്ങളിൽ, നമ്മുടെ നാട്ടിലെ ഗോതി മീഡിയകളിൽ ഒക്കെ നമ്മൾ കാണുന്നത് ഇറാൻ വീണ്, ഇറാനെ കൊണ്ട് ഇനി നീക്കാൻ പറ്റില്ല. ഇറാനിലെ ഒരു ആഭ്യന്തര കലാപം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അത് ഭയങ്കര രൂക്ഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഖമേനി രാജ്യം വിടുന്നു. ആ സമയം കൊണ്ട് ഇറാനെ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും കൂടെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഇതോടുകൂടി തീരുന്നു. ഇത് കഴിഞ്ഞ് ഇറാനിൽ അമേരിക്ക പറഞ്ഞ ഷാ ഭരണം, പണ്ട് എങ്ങനെയായിരുന്നു അമേരിക്കയും ബ്രിട്ടനും ഇറാനെ ഭരിച്ചുകൊണ്ടിരുന്നത്, അതുപോലെ ഷാ ഭരണം തിരിച്ചു വരും. അതോടുകൂടി ഇറാൻ അങ്ങോട്ട് പുഷ്ടിച്ച് പോകുന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വെറുതെ കേട്ടോ. ഇറാനിലെ ആഭ്യന്തര കലാപം എന്തുകൊണ്ടാണുള്ളത് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഓൾറെഡി അമേരിക്കയുടെ ഇപ്പൊ ഖത്തറിലോട്ട് അമേരിക്കയുടെ ഒരുപാട് യുദ്ധ വിമാനങ്ങൾ ഓൾറെഡി ഫുള്ളി ലോഡഡ് ആയിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ ഇന്നത്തെ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഖത്തർ ബേസ് എന്നാണ് ഏറ്റവും ഈസി ആയിട്ട് അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അപ്പം ഖത്തർ അവരെല്ലാം സജ്ജമാക്കി വെക്കുന്നുണ്ട്. ഇറാൻ ഏത് നേരം അടിക്കും. നിങ്ങൾ കണ്ട ഈ വരുന്ന ആഴ്ചകളിൽ എപ്പോൾ വേണമെങ്കിലും ഇറാനെ അടിക്കാനുള്ള ചാൻസ് ഹൈ ആണ് അമേരിക്കയുടെ സൈഡിൽ നിന്നും ഇസ്രായേലിന്റെ സൈഡിൽ നിന്നും. പക്ഷെ ഇതേ സമയത്ത് അമേരിക്കയിലും അതുപോലെ തന്നെ ഇസ്രായേലിലും ഭയങ്കരമായിട്ട് ആഭ്യന്തരമായിട്ട് ചില കലാപങ്ങളുണ്ട്. അത് ഇസ്രായേലിൽ രൂക്ഷമായിട്ടുണ്ട്. അമേരിക്കയിൽ ഇന്നലെ പുറപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ റെനി നിക്കോൾ ഗൂഡിന്റെ ഒരു എന്ന് പറഞ്ഞ ഒരു പോയറ്റിനെ കൊന്നിട്ടുണ്ടായിരുന്ന ഒരു വാർത്ത ഉണ്ട് അല്ലേ, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ കേട്ടോ. ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോകൾ പറഞ്ഞിരുന്നു, നമുക്ക് ഭയങ്കരമായിട്ട് റിപ്പോർട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മളെ എന്താ പറയുക ചാനൽ പൂട്ടിക്കെട്ടാൻ ട്രൈ ചെയ്യണതുകൊണ്ട് മാക്സിമം ലൈക്ക് ചെയ്യണം, അതുപോലെ കമന്റും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് അതായത് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആളുകൾ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പടച്ചോനെ സത്യം പറയാലോ, ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് അതിൽ നിന്ന് കണ്ടുട്ടോ ഞാൻ. ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആദ്യ തുടക്കത്തെ മിനിറ്റ് തന്നെ അതിൻ്റെ ലൈക്ക് പോകുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം വീഡിയോ ചിലപ്പോൾ 10,000, 20,000, 30,000 ആൾക്കാരെ കണ്ടിട്ടുള്ളെങ്കിലും അതിലൊരു വലിയൊരു 4,000 ആൾക്കാർ അതിനെ ലൈക്ക് ചെയ്യുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻസ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര അതിന് താങ്ക്സ് പറയാൻ തന്നെയാണ്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ചാനലിൻ്റെ ഗ്രോത്തിൽ നല്ല ഒരു ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പം ഇനിയും അങ്ങനെ ചെയ്യുന്നവർ അത് തന്നെ ചെയ്യുക. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കേട്ടോ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം കേട്ടോ. ഇസ്രായേലിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആഭ്യന്തര കലാപം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇസ്രായേലിലെ ഹരീജി ജൂതന്മാരെന്ന് പറയും. അതായത് നമ്മുടെ നാട്ടിലെ സംഘികൾ എന്ന് പറയുമല്ലോ, അതെ ഇസ്രായേലിലെ സംഘികളാട്ടെ ഈ ഹരീജി ഈ ജൂതന്മാര്. അതായത് തീവ്രമായിട്ട് സയണിസം കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ തൗറ ഗ്രന്ഥത്തിൽ നമ്മുടെ ഇവിടുത്തെ തീവ്ര സംഘികളില്ലേ, തീവ്ര സംഘികൾ എന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെ തീവ്ര ഈ ജൂയിഷം കൊണ്ട് നടക്കുന്ന ആളുകൾ. പക്ഷേ അവിടെ ഇവിടുത്തെ സംഘികളെ പോലല്ല. ഇവിടുത്തെ സംഘികൾക്ക് വിവരം ബോധമില്ല. ഇവന്മാര് വിവരം ബോധമില്ലാണ്ട് ചാണകം തിന്ന് പശുവിന്റെ മൂട്ടിൽ മൂത്രവും കുടിച്ച് കുറെ ആൾക്കാരെ മുസ്ലിങ്ങൾക്കെതിരെ കുറെ പറയണം, കുറെ വെട്ട് കുത്ത് ബീഫ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ ഈ ഹരീജി ജൂതന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതൽ തൗറ പഠിച്ച് കൂടുതൽ ദൈവികമായി അവരുടെ എന്താ പറയാ പുസ്തകം ഏതാണോ അത് പഠിച്ച് കൂടുതൽ ദൈവികപരമായിട്ട് പള്ളി കാര്യങ്ങൾ, അവിടുത്തെ ഇവരുടെ പള്ളി കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അവരുടെ തീവ്രമാണ് അവർക്ക് മുസ്ലിങ്ങളോടും മറ്റ് ക്രിസ്ത്യാനികളോടും ഒക്കെ ദേഷ്യമുള്ള ആൾക്കാരാണ്. പക്ഷെ കുറച്ച് വിവരം ബോധമൊക്കെ ഉള്ളവരാണ്. പക്ഷെ അവിടെയുള്ള ആൾക്കാർ ഇവരോണ്ടും ഇസ്രായേൽ ഓൾറെഡി ഇപ്പം ഈ പറഞ്ഞ ഗസയിലെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു, മറ്റ് ലെബനോനിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു, ഇറാനിലെ യുദ്ധം കഴിഞ്ഞു, രണ്ടാമത്തെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഇസ്രായേൽ എല്ലാ ആൾക്കാർക്കും ഇന്ന വയസ്സ് മുതൽ ഇന്ന വയസ്സ് വരെ നിർബന്ധമായിട്ട് 5 വർഷം പട്ടാളത്തിൽ സേവനം അനുഷ്ഠിക്കണമെന്നുണ്ട്. അപ്പം ഈ ഹരീജി പറഞ്ഞത് ഹരീതി ജൂതര് പറയുന്നത് അവര് ഈ ദൈവികപരമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അവരെ ആ ഒരു പരിപാടിക്ക് കിട്ടൂല, ഞങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ അവിടെ ആള് കുറവ്. സത്യത്തിൽ ഇപ്പം ഈ യുദ്ധം ചെയ്ത് അവിടുത്തെ ഇസ്രായേലീസിന് മതിയായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മതിയായിട്ടുണ്ടോണ്ട് ആൾക്കാർ വരാത്തതുകൊണ്ട് ഇവരെയും കൂടെ ഈ ഒരു വിഭാഗത്തിനും കൂടെ നിർബന്ധമായിട്ടും പട്ടാളത്തിൽ ഇത്രയും വർഷം 5 വർഷം അവർ നിർബന്ധമായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു. അതിനെതിരെ ഭയങ്കരമായ പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ട്. അവർ പട്ടാളത്തിൽ വരില്ല, നിങ്ങൾ യുദ്ധം ചെയ്തോ, ഞങ്ങൾ യുദ്ധം ചെയ്യാൻ വരില്ല എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് നടക്കുന്നുണ്ട്. അതായത് ഹരീജി ജൂതന്മാരുടെ പ്രതിഷേധം. ഇസ്രായേലിലെ തീവ്ര യാഥാസ്ഥിതിക വിഭാഗമാണ് ഈ ഹരീജി ജൂതന്മാര്. സൈന്യത്തിൽ ചേരാൻ വിസമ്മതിച്ച് തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ് അവരിപ്പോൾ. അതിന് കുറെ ക്ലിപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. തങ്ങളുടെ ജോലി മതപഠനമാണെന്നും ആയുധം എടുക്കലില്ല എന്നാണ് അവരുടെ നിലപാട്. സർക്കാരിന്റെ ഭീഷണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹരീതി പാർട്ടികൾ പിന്തുണ പിൻവലിച്ച നെതന്യാഹു താഴ്വെക്കും. നെതന്യാഹുവിന് ഓൾറെഡി ഒരുപാട് കേസും കാര്യങ്ങളായിട്ട് പ്രശ്നം ഭയങ്കര ബുദ്ധിമുട്ടായി നിൽക്കുകയാണ്. അപ്പം ഇവരുടെ സപ്പോർട്ട് അവരുടെ ഈ പാർലമെന്റിൽ അവിടെ നെസെറ്റ് അല്ലേ അവിടെ നിന്ന് പിൻവലിച്ചു കഴിഞ്ഞാൽ നെതന്യാഹുവിന്റെ ഭരണം താഴ്വെക്കും. അപ്പം നെതന്യാഹുവിന് അവരെ സപ്പോർട്ട്
ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂ എന്താണ്? പട്ടാളത്തിലോട്ട് ആൾ കുറയും, പട്ടാള സേവനം അനുഷ്ഠിക്കാനുള്ള ആൾ കുറയും. മറ്റ് ആളുകൾ, ഇവരല്ലാത്ത മറ്റ് അവിടുത്തെ ജൂത വിഭാഗക്കാർ ഇതിനെതിരെ സംസാരിക്കും. അപ്പം അങ്ങനെ ഒരു വലിയൊരു പെടലാണ് അവിടുത്തെ പട്ടാളം ഉള്ളത്. അപ്പൊ ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകുകയാണെങ്കിൽ, അവരെ സപ്പോർട്ട് ചെയ്യാണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ, അവർ ഈ സെനറ്റിൽ നിന്ന് ഈ സപ്പോർട്ട് പിൻവലിച്ചാൽ നെതന്യാഹു താഴെ വെക്കും. അങ്ങനെ ഒരു വലിയ പ്രശ്നം, ഒരു വലിയ പ്രശ്നം ഇസ്രായേലിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അവിടുത്തെ തീവ്ര വലതുപക്ഷത്തിന്റെ സൈഡിൽ നിന്നുള്ള ഈ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. ഇത് ഇസ്രായേലിൽ നടക്കുന്ന കാര്യം. ഇനി അമേരിക്കയിൽ നടക്കുന്ന കാര്യം. അമേരിക്കയിൽ ഞാൻ ഇന്നലെ പറഞ്ഞ ഈ മിനിപോളിസിലല്ലേ, മിനിസോട്ടിലാണ് കഴിഞ്ഞ ദിവസം ഈ റെനി നിക്കോൾ ഗൂട്ട്, 37 വയസ്സുള്ളൊരു പോയറ്റാണ്, 2 പിള്ളേരുടെ അമ്മയാണ്. അവിടുത്തെ ഈ ICE ഉണ്ട്, അതായത് ഇമിഗ്രേഷൻ ഏജന്റുമാരുണ്ട്. അവർ ഏറ്റവും കൂടുതൽ അവിടേക്ക് കുടിയേറി പാർത്ത ആൾക്കാരെ കണ്ടെത്തി അവരെ തിരിച്ചുവിടുന്ന പരിപാടിയാണ്. ഏറ്റവും കൂടുതൽ കുടിയേറുന്നവരെ അവരെ അറസ്റ്റ് ചെയ്യലും അവരെ കൊല്ലലും പിടിക്കലൊക്കെ നടക്കുന്ന അവിടുത്തെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഈ പറഞ്ഞ ആൾ അവിടെ കൊന്നു. അതായത് അവിടെ ഒരു ഇമിഗ്രേഷൻ ആളുകൾക്കെതിരെയുള്ള ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയിലോട്ട് ഇവർ പോകുന്നു. ഇവർ ചെല്ലുന്ന സമയത്ത് ഇവരുടെ മുഖത്തോട്ട് രണ്ട് പ്രാവശ്യമാണ് വെടിയുണ്ട ഉയർത്തിയത് അവിടുത്തെ ഈ ഏജന്റ്. അങ്ങനെ ഇവർ ഈ പറഞ്ഞ അവിടുത്തെ എന്താ പറയാ സിറ്റിസൺ ആണ്, ഇവരൊരിക്കലും ഒരു ഇമിഗ്രൻ്റ് അല്ല, അവിടുത്തെ സിറ്റിസൺ ആണ്. എന്നിട്ട് പോലും ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ, അല്ലെങ്കിൽ ഒരു ഇമിഗ്രൻ്റ് ആണെന്നുള്ള രീതിയിൽ അവരെ കൊന്നതിൻ്റെ പേരിൽ ഒരു വലിയ പ്രക്ഷോഭം അമേരിക്കയിൽ നടക്കുന്നുണ്ട് ട്രംപിനെതിരായിട്ട്. ഓൾറെഡി ഈ ട്രംപിനെതിരെ ഈ ഒരു പ്രതിഷേധം അമേരിക്കയിൽ ഒരു വലിയ ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഗ്രൂപ്പ് നടത്തുന്നു എന്നുള്ളത് മാത്രമല്ല, ഇപ്പം അതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, ഇപ്പം മംദാനിനെ പോലത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ ICEക്ക് എതിരെ സംസാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് മംദാനി ത്രൂ മറ്റു പല ഇപ്പം ഈ പാർട്ടികൾ ത്രൂ ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വിഷയം അവിടെ ഉള്ളതുകൊണ്ട് തന്നെ, അമേരിക്കയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം ഇറാൻ ശക്തമായിട്ട് അതിനെ എതിർക്കുന്നുണ്ട്. ഇറാൻ പറഞ്ഞത്, നിങ്ങൾ ആദ്യം നിങ്ങളുടെ നാട്ടിലെ ട്രംപെ, നിങ്ങളുടെ നാട്ടിലെ ഇത്തരം പ്രശ്നങ്ങളെ പറ്റി ആദ്യം ഒന്ന് ചർച്ച ചെയ്യും, അല്ലെങ്കിൽ അത് തീർക്കുക, എന്നിട്ടാകാം ബാക്കിയുള്ള രാജ്യത്ത് വന്നിട്ട് ഞങ്ങളുടെ രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ തീർക്കൽ എന്നാണ് ശക്തമായിട്ട് ഇറാൻ ഇതിനെതിരെ വാദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇറാന്റെ പല പത്രങ്ങളും ഇതിനെതിരെ ഭയങ്കരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ട്രംപ് ഇതൊന്നും നോക്കാണ്ട് മോദിജിക്കിട്ട് പണി കൊടുക്കുക, ഐസ്ലാൻഡ് എങ്ങനെ പിടിച്ചെടുക്കുക, എങ്ങനെ ഇറാൻ പിടിച്ചെടുക്കണം, എങ്ങനെ മെക്സിക്കോ പിടിച്ചെടുക്കണം, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ഭ്രാന്തൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇനി ഇടക്കാല തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഈ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഒരു ഇംപീച്ച്മെന്റ് ആക്ട്, ഇതിനു മുമ്പും ട്രംപ് 2 പ്രാവശ്യം ഇംപീച്ച്മെന്റ് വിധേയനായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവം വരും എന്നുള്ള ചിന്ത അവിടെ നടക്കുന്നുണ്ട്. അപ്പം അത് എത്രത്തോളം ഇനിയിപ്പോൾ അത് കൂടുതൽ എന്താ പറയുക വഷളാവും എന്നുള്ളത് നമുക്കറിയാം, നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. അപ്പം ഇറാന്റെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാനിൽ ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ഇറാൻ വീണു അങ്ങനൊന്നുമല്ല. ഇറാനിലെ ഇപ്പം നടന്നുകൊണ്ടിരുന്ന ഈ ഒരു ആഭ്യന്തര കലാപം ഒരുപാട് കുറഞ്ഞിക്കുക ചെയ്തത്, കൂടുതലല്ല ചെയ്യുന്നത്. ഇനി ഇറാനിലെ ഈ കലാപം കൂടുന്നതിനുള്ള കാരണം അവിടുത്തെ വിലക്കയറ്റവും അവിടുത്തെ പണപ്പെരുപ്പും ഈ ഇഷ്യൂസൊക്കെയാണ്. അതായത് ഇത്രയോ കാലങ്ങളായിട്ട്, കഴിഞ്ഞൊരു 40 വർഷത്തോളമായിട്ട് ഇറാൻ അമേരിക്കയുടെ യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഉപരോധത്തിന്റെ മേലിൽ പിടിച്ചു നിൽക്കുന്ന രാജ്യമാണ്. ഇത്രയും വലിയൊരു എണ്ണ, ഏറ്റവും കൂടുതൽ ഇപ്പോൾ സൗദി കഴിഞ്ഞാൽ ഇറാനാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഉള്ളത്. എന്നിട്ട് പോലും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് സാമ്പത്തിക ഉപരോധങ്ങളുണ്ട്, മറ്റ് സാമൂഹിക ഉപരോധങ്ങൾ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഉള്ളതുകൊണ്ടാണ് ഇറാനെ പിടിച്ചിക്കാൻ പറ്റാത്തത്. ഇത്രയും വലിയൊരു മണപ്പെരുപ്പും ഈ വിലക്കയറ്റത്തിനൊക്കെയുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. പക്ഷേ അവിടെ ഇപ്പം ഏറ്റവും പെട്ടെന്ന് കഴിഞ്ഞൊരു 3-4 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു $US ഏകദേശം 35,000 ഇറാനി റിയാലാണ് വരുന്നത്. അതിപ്പോൾ 42,000 ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു സാധനം വാങ്ങണേ പുറത്തിറങ്ങണമെങ്കിൽ നമ്മൾ ആയിരക്കണക്കിൽ പൈസ ആയിട്ട് ഇറങ്ങണം. അവിടുത്തെ അവസ്ഥ വിലക്കയറ്റം ഭയങ്കരമാണ്. ആളുകൾക്ക് അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും ഉപരോധങ്ങളുണ്ട്. അവരുടെ എണ്ണ അവർക്ക് പ്രോപ്പറായിട്ട് മറ്റ് രാജ്യങ്ങളോട്ട് വിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അമേരിക്കയുടെ ഉപരോധം ഉള്ളതുകൊണ്ട് തന്നെ ഡോളറിൽ പല വിനിമയങ്ങളും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അവർക്ക്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. എന്തിനാണ് അമേരിക്ക ഇതൊക്കെ ചെയ്യുന്നത്? ഈ പറഞ്ഞ എങ്ങനെയാണോ ഇറാഖ് പിടിച്ചത്, എങ്ങനെയാണോ മറ്റ് രാജ്യങ്ങൾ, ഇപ്പോൾ വെനിസല എന്തിനാണോ പിടിച്ചത്, അവിടുത്തെ എണ്ണയ്ക്ക് വേണ്ടിയിട്ടും മറ്റ് പരിപാടികൾക്ക് വേണ്ടിയിട്ടും ഒക്കെ തന്നെയാണ് അമേരിക്ക കോളനി ആക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇറാനെ അവരുടെ കോളനി ആക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് അവിടുത്തെ ഭരണകൂടം സമ്മതിക്കുന്നില്ല. ഈവൻ അവിടുത്തെ ഭരണകൂടത്തിനോട് ഒരു കുറച്ച് എന്താ പറയുക, അവിടുത്തെ ആ ഒരു കമേനി ഭരണകൂടത്തിനോട് ഈ വിലക്കയറ്റം ഈ ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് അവിടുത്തെ ആൾക്കാർ എതിരാണെങ്കിൽ പോലും ഒരിക്കലും അമേരിക്കനെ അങ്ങോട്ട് എൻട്രി ചെയ്യിപ്പിക്കാൻ അവിടുത്തെ ഒരു പൗരനും അവിടെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിലെ സത്യം. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മാക്സിമം ഇത്തരം പത്രങ്ങളും അമേരിക്കയുടെ പത്രങ്ങളും ഈവൻ ഇന്ത്യയുടെ ചെറ്റ മാധ്യമങ്ങൾ, അങ്ങനെ തന്നെ പറയുള്ളൂ, എല്ലാവരും അല്ല, ഈ ഗോദി മീഡിയ ചെറ്റകളും ഈ സംഘപരിവാർ ഹാൻഡിലുകളും എന്താണോ അവിടെ നടക്കണമെന്ന് പോലും അറിയാണ്ട് വിവരം കിട്ട വാണങ്ങൾ ഇവിടെ ഓരോ സാധനങ്ങൾ അടിച്ചു വിട്ടുകൊണ്ടേയിരിക്കുക. ഇറാൻ പോയി, ഇറാൻ അതാന്നും പറഞ്ഞിട്ട് അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടുത്തെ ഇഷ്യൂസ് മാറിക്കഴിഞ്ഞാൽ അമേരിക്ക ഏറ്റവും കൂടുതൽ ഭയക്കുന്ന രാജ്യങ്ങൾ, റഷ്യനെ പോലും എനിക്ക് തോന്നുന്നില്ല, റഷ്യനെ ചൈനനെ പോലും അമേരിക്ക ഭയക്കുന്നതിനേക്കാൾ കൂടുതൽ അമേരിക്ക ഇറാനെ ഭയക്കുന്നുണ്ട്. അതായത് ഇറാൻ അങ്ങോട്ട് അമേരിക്കനെ തീർക്കും എന്നുള്ളത് കൊണ്ടല്ല, പക്ഷേ ചെയ്യാൻ പറ്റുന്നത് ഇറാൻ ചെയ്തിരിക്കും. ഈ റഷ്യ പേടിപ്പിക്കുന്ന പോലെ, ചൈന പേടിപ്പിക്കുന്ന പോലെ ഇങ്ങനെ വെറുതെ പേടിപ്പിച്ച് മാറി നടന്നു പോകുന്ന ടീമല്ല. ഇറാൻ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ
ഇറാൻ അവിടെ ഒരു ബോംബ് ഇടാൻ പറ്റുമെങ്കിൽ അത് ഇട്ടിരിക്കും. ഒരുത്തനെങ്കിലും തീർക്കാൻ അമേരിക്കയുടെ അല്ലെങ്കിൽ ഇത്തരം തീവ്ര ചിന്താഗതികൾ ഒരുത്തനെങ്കിലും തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇറാൻ തീർത്തിരിക്കും. അത് തന്നെയാണ് നമ്മൾ ഇസ്രായേലിലും കണ്ടത്. ലോകത്ത് ഏറ്റവും എന്താ പറയുക പ്രൊട്ടക്റ്റഡ് കൺട്രി, അയൺ ഡോം വെച്ചിട്ട് പ്രൊട്ടക്റ്റഡ് എന്നും പറഞ്ഞ കൺട്രിയിലാണ് ഈ പറഞ്ഞ ഇത്രയും ബോംബുകൾ വിട്ടതും അവിടെ കുറെ പേരെ കൊന്നതും സൈനികരുടെ മറ്റ് നാശനഷ്ടങ്ങളൊക്കെ ഇറാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇറാന് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇറാൻ പച്ചക്ക് ചെയ്തിരിക്കും എന്നുള്ള പേടി അമേരിക്കയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇറാന് 100 അടി അമേരിക്ക കൊടുത്തു കഴിഞ്ഞാൽ ഇറാൻ തിരിച്ച് ഒരടി അടിച്ചു കഴിഞ്ഞാലല്ലോ അത് അമേരിക്കക്ക് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കിട്ടുന്ന വലിയ അടിയായി തോന്നും. അതായത് ഈ റീസെന്റ് ചരിത്രം, ഞാൻ മുൻകാല ചരിത്രത്തിന്റെ കാര്യമല്ല പറയുന്നത്. മുൻകാല ചരിത്രം നോക്കുകയാണെങ്കിൽ അമേരിക്കക്ക് നമ്മുടെ ഇന്ദിരാഗാന്ധി വരെ മുഖത്തടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് ഇറാനിൽ നടക്കുന്നത്. ഇതേ സമയത്ത് അമേരിക്കയിലും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഇസ്രായേൽ അതിനേക്കാൾ വലിയ ആഭ്യന്തര കലാപങ്ങളും പ്രശ്നങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഇതാരും ചർച്ച ചെയ്യുന്നില്ല. ഇറാൻ വീണു ഇത് മാത്രമാണ് ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യുദ്ധം അത് ഏത് രീതിയിലും ഉണ്ടാവാനുള്ള ചാൻസസ് ഹൈയാണ്. ഇറാനെ പേടിച്ച്, ഇറാന്റെ ഊർജ്ജത്തിനെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ ഇറാൻ ഇനി ഭാവിയിലോട്ട് എങ്ങാനും ഈ എണ്ണ വെച്ചിട്ട് ഉയർന്നു വന്നാലോ എന്ന് പേടിച്ചിട്ട് ഇറാനെ തീർക്കാൻ വേണ്ടി അമേരിക്കയുടെ കൂടെ അമേരിക്കയുടെ പ്രോക്സി ആയിട്ട്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രോക്സി ആയിട്ട് അമേരിക്കയും അവിടെ കളിച്ചുകൊണ്ടിരിക്കും. മാക്സിമം നാശനഷ്ടങ്ങൾ അവർ ഇറാനിൽ ഉണ്ടാക്കുക ചെയ്യും. പക്ഷേ തിരിച്ചെങ്ങാനും ഇറാൻ അവരുടെ യുറേനിയം സമ്പുഷ്ടീകരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് വെച്ചിട്ട് ഒരു അണുവായുധം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇറാൻ അത് പൊട്ടിച്ചിരിക്കും. അത് ഇസ്രായേലിൽ ഫസ്റ്റ് പൊട്ടിച്ചിരിക്കും. പിന്നെ എവിടെയാണ് അമേരിക്കൻ്റെ ബേസുകൾ അവിടെയൊക്കെ ഇറാൻ അത് പൊട്ടിച്ചിരിക്കും. ആ പേടിയുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇവർ എവിടെയും തൊടാണ്ട് പിടിക്കാണ്ട് ഇപ്പോഴും പൊട്ടിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഈ വരുന്ന മാസം അല്ലെങ്കിൽ ഈ വരുന്ന ആഴ്ചകളിൽ എപ്പോഴെങ്കിലും ഈ ഒരു യുദ്ധം പൊട്ടിപ്പോരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ഏതായാലും നമുക്ക് കണ്ടറിഞ്ഞ് കാണാം. അപ്പം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും സപ്പോർട്ട് ചെയ്യാതെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങളുടെ ആ ഒരു ലൈക്കിനും ഓരോ കമൻറ്റിനും ഓരോ സബ്സ്ക്രിപ്ഷനും വേണ്ടിയിട്ട്. താങ്ക് യു.